ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാൻ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനും ഇപ്പോൾ കുക്കിങ്ങൊക്കെ പഠിച്ച് തുടങ്ങിയവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലൊക്കെ നല്ല കോമ്പിനേഷനാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 600 ഗ്രാം ചിക്കനാണ്. ചിക്കൻ ഒരു മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് കുറച്ച് സമയം മാറ്റി വെക്കണം. കറിക്കായിട്ട് ഞാനിവിടെ 2 മീഡിയം സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ട 2 മീഡിയം തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 12 അല്ലി വെളുത്തുള്ളി, 12 അല്ലി ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്. കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി മിക്സി മൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പ്രഷർ കുക്കർ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് പൊട്ടിക്കണം. 1 ഏലക്ക, 2 ഗ്രാമ്പ്, 2 ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കൈ കൊണ്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പുപൊടി ചേർക്കുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി സവാള ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കറിക്ക് ഒരു മധുരിപ്പായിരിക്കും. ഇപ്പോൾ സവാള എല്ലാം ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മസാല കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം മൂത്തൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. മസാലയ്ക്ക് കാണുന്ന ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടയുന്നവരെ നന്നായിട്ട് വഴറ്റാം. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും മസാലയെല്ലാം നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതുപോലെ മൂത്ത് വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം. ഈ കറി നമുക്ക് പാനിൽ വേണമെങ്കിലും വെച്ച് കുക്ക് ചെയ്യാം. പുറത്തൊക്കെ കിട്ടുന്ന ചിക്കൻ ആണെങ്കിൽ തീരെ വേവ് കുറഞ്ഞതായിരിക്കും. അപ്പോൾ പാനിൽ വെച്ച് കുക്ക് ചെയ്താലും മതി. ഇപ്പോൾ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിതുപോലെ വെള്ളം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഗ്രേവിയോടുകൂടിയുള്ള കറിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം വേണം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്. അതുപോലെ തന്നെ സവാള വഴറ്റിയപ്പോഴും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിക്കൻ കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. നല്ല കൊതിയൂർന്ന മണമാണ്. നല്ല വെളിച്ചെണ്ണയുടെയും മസാലയുടെ എല്ലാം മണം. ഇനി നമുക്കൊരു കഷ്ണം ചിക്കൻ എടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചിക്കൻ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വെന്തൊന്നും പോയിട്ടില്ല. ഇനി കറിയിലുള്ള ഗ്രേവി നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കണം. വീണ്ടും ഒന്ന് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം കുക്കർ ഒന്ന് മൂടി കൊടുക്കാം. ഇനി കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ കറിയിലുള്ള ഗ്രേവിയെല്ലാം ഒന്ന് തിക്കായിട്ട് വരും. മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചും കിട്ടും. ഇപ്പോൾ ചിക്കൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിലെ ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണം. ഇനി കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി തിക്കായിട്ട് വരും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അവസാനം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാടൻ കറിയാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഇതുപോലെ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കുറുകിയ ചാറോടുകൂടി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് പാനിൽ വേണമെങ്കിലും വെച്ച് ചെയ്യാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി കറി നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. റെഡിയായ കറി ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഗ്രേവിയാണിത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ട, നാൻ, ബ്രെഡ്, പുട്ട് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.